ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് ഒരു വീഡിയോ ഒക്കെ നമ്മൾ ചെയ്യണത്. ഒന്നാമത് ഒഴിവില്ല, പണിത്തിരക്കും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ പുറത്തിട്ടൊന്നും ആളുകൾ പോകുന്നില്ല. എന്തായാലും ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് എമിറേറ്റ് പാലസിൻ്റെ മുന്നിലാണ്. അബുദാബി എമിറേറ്റ് പാലസിൻ്റെ മുന്നിൽ പ്രശസ്ത ഗായകൻ മാജിദുൽ മുഹന്ദിസിൻ്റെ പ്രോഗ്രാം നടക്കുന്നുണ്ട് ഇവിടെ. അപ്പോൾ അതിന് പോകുന്നതായിരുന്നു. ഇവിടെ വന്നപ്പോഴാണ് പണി പാളിയത് മനസ്സിലായത്. 72 മണിക്കൂറിൻ്റെ ഉള്ളിലുള്ള PCR റിസൾട്ട് വേണത്രേ പരിപാടിക്ക്. ഉള്ളിലേക്ക് 72 മണിക്കൂറിൻ്റെ ഉള്ളിലുള്ള PCR ഉണ്ടെങ്കിലുള്ളൂ എൻട്രി ഉള്ളൂ. വന്ന സ്ഥിതിക്ക് നമുക്ക് എന്തായാലും ഇതിൻ്റെ 4 ഭാഗം കാര്യങ്ങളൊക്കെ ഒന്ന് കാണുക. ഗൈസ്, നമ്മൾ വീഡിയോ എടുക്കാൻ പറ്റുമെന്നുള്ള കാര്യങ്ങളൊക്കെ സെക്യൂരിറ്റിനോട് ചോദിച്ചതിന് ശേഷം നമ്മൾ വണ്ടി കൊണ്ടൊന്ന് പുറത്ത് പോയതിനു ശേഷം വീണ്ടും നമ്മൾ ഉള്ളിലോട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് നമ്മുടെ വണ്ടി കൊണ്ടുപോയി പാർക്ക് ചെയ്യണം. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അതിന് ശേഷം. സെൽഫ് പാർക്കിംഗ്. താങ്ക് യു ബ്രോ. അവിടെ നമ്മളെ പാർക്കിങ്ങിലോട്ട് വഴി തിരിച്ചിടാൻ വേണ്ടിയിട്ട് കുറച്ച് ആളുകൾ അവിടെ സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷം നമ്മൾ അവരോട് ചോദിച്ചതിന് ശേഷം നമ്മൾ പാർക്കിങ്ങിൻ്റെ ഉള്ളിലോട്ട് പോവുകയാണ്. അങ്ങനെ നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ വീണ്ടും ആ മെയിൻ ഗേറ്റിൻ്റെ അങ്ങോട്ട് വന്ന് എന്നിട്ടാണ് ഇനി വീഡിയോ എടുക്കുന്നത്. അപ്പുറത്താ കാണുന്നതാണ്ടോ വണ്ടികളൊക്കെ കയറി വരുന്ന വഴി. ഇതിൻ്റെ നേരെ അപ്പുറത്തെ സൈഡ് മെയിൻ റോഡാണ്. പാർക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൻ്റെ നേരെ അപ്പുറത്ത് തന്നെ. നമ്മൾ സെക്യൂരിറ്റിൻ്റെ അവിടെ നിന്നൊക്കെ ഇങ്ങനെ കയറിങ്ങാണ്ട് വരുമ്പോൾ തന്നെ നല്ല അടിപൊളിയായിട്ട് നടക്കാനൊക്കെ ഒരു വഴിയൊക്കെ ഒരുക്കിയിട്ട് അതിൻ്റെ അപ്പുറമൊക്കെ നല്ല പുല്ലുകളും കാര്യങ്ങളും ചെടിയൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ട് നമ്മളെ നാട്ടിലുള്ള പൂമരം ഉണ്ടല്ലോ, അതൊക്കെ എത്ര ഭംഗിയായിട്ടാണ് നോക്കിയത് സെറ്റ് ചെയ്ത് കണ്ടിട്ട്. അതിമൊക്കെ ഓരോ ലൈറ്റും വിവിധ തരം ലൈറ്റുകളെല്ലാം കൊടുത്തുങ്ങാണ്ട് അലങ്കരിച്ച് കുട്ടപ്പനാക്കി നിർത്തിയത്. എന്തായാലും ചെതറി. നമ്മൾ മെയിൻ ഗേറ്റിൽ നിന്ന് കടന്നു വരുമ്പോൾ നമ്മൾ വണ്ടിയിലാണെങ്കിലും നടന്നു പോരാണെങ്കിലും ആദ്യം നമ്മൾ എത്തിച്ചേരുക ഈ ഒരു റൗണ്ട് ബോട്ടിലാണ്. ഈ റൗണ്ട് ബോട്ടിൻ്റെ നടുവിലായിട്ട് 2 BMW കാറുകൾ എത്തിയിട്ടുണ്ട്. അതായത് 15th നാഷണൽ ഡേൻ്റെ കുറച്ച് ഡിസൈൻ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ആ കാണുന്നതാണ് നമ്മുടെ എമിറേറ്റ് പാലസ് എന്ന് പറയുന്ന ഹോട്ടൽ. ചെങ്ങായിമാർ ഇതിൻ്റെ ഉള്ളിലോട്ട് സെക്യൂരിറ്റിൻ്റെ, അതായത് നമ്മുടെ ഗേറ്റ് കയറി വന്നു കഴിഞ്ഞാൽ തന്നെ ആദ്യത്തെ റൗണ്ട് ബോട്ടിൽ തന്നെ ഒരു വലിയൊരു ഫ്ലാഗ് UAE-ൻ്റെ. ലോകത്തുള്ള ഏത് വിലപിടിപ്പുള്ള വണ്ടികളും എല്ലാം തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. പിന്നെ പ്രത്യേകം പറയാനുള്ളത് ഈ ഹോട്ടൽ, അതായത് എമിറേറ്റ്സ് പാലസ് എന്ന് പറയുന്നത് ഒരു 7 സ്റ്റാർ ഹോട്ടലാണ്. ഒരുപാട് വണ്ടികൾ വരുന്നുണ്ട് കേട്ടോ ഈ ഒരു പ്രോഗ്രാമിനായിട്ട് തന്നെ. കരുത് ആ ഒരു തല മുതൽ ഈ ഒരു തല വരെയാണ് ഈ ഒരു ഹോട്ടലിൻ്റെ വലിപ്പം എന്ന് പറയണത്. ഇത് പല നിറങ്ങളിലായിട്ട് ഇങ്ങനെ കളറിങ്ങനെ ചേഞ്ച് ആവുന്നുണ്ട്. ഓരോ മിനിറ്റിലും സെക്കൻഡിലും അതിൻ്റെ കളറുകൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. നോക്കിയേ, ഈ നേരെ എമിറേറ്റ്സ് പാലസിൻ്റെ നേരെ ഓപ്പോസിറ്റ് അവിടെ കണ്ടില്ലേ ഹോട്ടലും കാര്യങ്ങളും ബിൽഡിങ്ങുകളൊക്കെ കണ്ടില്ലേ. ബാബു അൽ ഖസർ ഹോട്ടൽ, പിന്നെ അഡ്നോക്കിൻ്റെ ബിൽഡിങ് എല്ലാം നല്ലൊരു കളർഫുള്ളാണ് എന്താണെന്നുണ്ടെങ്കിലും. പാലസിൻ്റെ ഇടത്തും വലതായിട്ട്, അതായത് മുൻഭാഗത്ത് നല്ല അടിപൊളിയായിട്ട് വാട്ടറും കാര്യങ്ങളൊക്കെ ഇങ്ങനെ, അല്ല വാട്ടർ ഡാൻസിങ് തന്നെയല്ലേ ഇത് സംഗതി. ഇതൊരു മുതലാണ്. പാലസ് ഏതായാലും ഒരു മുതലായി. പാലസ് പറഞ്ഞാൽ ചേക്കന്മാരെ പാലസ് നല്ല കേട്ടാ, ഹോട്ടലാണേ. അപ്പം ഇങ്ങനെ കയറി നോക്കുക അങ്ങോട്ട്. അപ്പുറത്ത് ഹോട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആളുകൾ ഭക്ഷണവും കാര്യങ്ങളൊക്കെ കഴിക്കുന്നുണ്ട്. അപ്പുറത്തെ ആളുകൾ ഇങ്ങനെ ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ട് നടക്കുന്നു.
കണ്ടില്ലേ, ഓരോ മിനിറ്റിലും ലൈറ്റും കാര്യങ്ങളൊക്കെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തെങ്ങാണ്ടേ. നമ്മളെ നാട്ടിൽ തന്നെ, നമ്മളെ നാട്ടിലൊക്കെ ഉണ്ടല്ലോ എന്നല്ല, ഇതാണ് ലൈറ്റുകൾ കണ്ടില്ല, ഈ ഭാഗത്ത് കൂടിയാണ്. ഈ ഒരു ലൈറ്റുകളാണ് അതാക്കണം അത് നമുക്ക് ഇങ്ങനെ റിഫ്ലക്റ്റ് ചെയ്യണത്. ഇതെന്തായാലും പൊളിച്ച് അടിപൊളി. ഈ ഒരു കളകള ശബ്ദം കേൾക്കുമ്പോഴേ നമ്മളെ നാട്ടിലെ പാടത്ത് കൂടെ ഇങ്ങനെ നടക്കുമ്പോൾ ഉണ്ടല്ലോ, നല്ലൊരു അടിപൊളി പ്രകൃതിയിൽ നിന്ന് വരുന്നൊരു ശബ്ദം അതുപോലെ തോന്നുക. നമ്മൾ ഹോട്ടലിൻ്റെ ഉള്ളിലോട്ട് പ്രവേശിച്ചു കഴിഞ്ഞാൽ നമ്മൾ നേരെ പോയി കഴിഞ്ഞാൽ ആദ്യമായിട്ട് കാണുന്നത് ഷെയ്ഖ് സായിദിൻ്റെ നല്ലൊരു ഫോട്ടോ നല്ല ഫ്രെയിം ചെയ്ത് കണ്ട് വെച്ചിട്ടുള്ളതാണ്. അതുപോലെ തന്നെ നമ്മൾ ഉള്ളിലോട്ട് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഇടത്ത് ഭാഗത്തോട്ട് നോക്കുകയാണെങ്കിൽ ഈ എമിറേറ്റ് പാലസിന് അവർക്ക് കിട്ടിയ കുറേ അംഗീകാരങ്ങൾ, അവരുടെ പ്രവർത്തനത്തിന് കിട്ടിയ കുറേ അംഗീകാരങ്ങൾ ഇതാക്കണം ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടുത്തെ നമ്മുടെ എന്താ പറയുക ഭരണാധികാരികളുടെ ഫോട്ടോസുകൾ നല്ല ഫ്രെയിം ചെയ്തെങ്ങാണ്ട് വരച്ചതാണെന്നാണ് തോന്നുന്നത്. നല്ല അടിപൊളിയായിട്ട് ഫ്രെയിം ചെയ്തെങ്ങാണ്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അബുദാബി ഷെയ്ഖ്, അതുപോലെ തന്നെ ഷാർജ, ദുബൈ, ഇങ്ങനെയുള്ള ഷെയ്ഖുമാരുടെ ഭരണാധികാരികളുടെ ഫോട്ടോസുകളൊക്കെ അടിപൊളിയായിട്ട് ഫ്രെയിം ചെയ്തെങ്ങാണ്ട് വെച്ചിട്ടുണ്ട്. നമ്മൾ വോയിസ് ഓവർ കൊടുക്കാനുള്ള പ്രധാന കാരണം വേറൊന്നുമല്ല, കാരണം ഇതിൻ്റെ ഉള്ളിൽ നല്ല മ്യൂസിക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അത് ചിലപ്പോൾ കോപ്പി റൈറ്റ് ആയിട്ട് മാറും. അതുകൊണ്ടാണ് നമ്മൾ വോയിസ് ഓവർ കൊടുക്കുന്നത്. നമുക്ക് ഇതിൻ്റെ ഉള്ളിലോട്ട് കയറി കഴിഞ്ഞാൽ ഒരുപാട് നല്ല കാഴ്ചകൾ കാണാൻ കഴിയും കേട്ടോ. യുഎഇൻ്റെ ഫ്ലാഗിൻ്റെ കളറുകൾ വെച്ചിങ്ങാണ്ട് കുറേ നല്ല അടിപൊളി സംഗതികളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ കാണുന്നതൊക്കെ ഹോട്ടലിൻ്റെ ഓരോ ഫ്ലോറുകളാണ്. ഇവിടെയൊക്കെ തന്നെ ഒരുപാട് മുറികളുണ്ട് കേട്ടോ. പിന്നെ മുകളിലൊക്കെ കണ്ടില്ലേ നല്ല പെയിൻറ്റിങ്ങും അതുപോലെ തന്നെ ചിത്രങ്ങളൊക്കെ വരച്ചതൊക്കെ കണ്ടില്ലേ, എത്ര ഭംഗിയായിട്ടാണ് എല്ലാം ചെയ്തിട്ടുള്ളത്. അവിടെ 2 പേരൊക്കെ ഉണ്ടോ ഇമാറാത്തി ഡ്രസ്സൊക്കെ ഇട്ടുങ്ങാണ്ട് ആളുകളൊക്കെ നന്നായിട്ട് ആകർഷിക്കാൻ വേണ്ടിങ്ങാണ്ട് അവിടെ നിന്നുങ്ങാണ്ട് ഫ്ലാഗൊക്കെ വീശിങ്ങാണ്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ട്. ഏതായാലും നമുക്ക് അവരൊന്ന് പരിചയപ്പെടാം. ഈ ഭാഗത്തൊക്കെ ഞാൻ ഒറിജിനൽ വോയിസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അവിടെ മ്യൂസിക് ഉണ്ടായതുകൊണ്ടുള്ള പ്രശ്നം കാരണം അതെല്ലാം ഞാൻ ഒഴിവാക്കി പിന്നെ ഈ വോയിസ് ഓവറോട് കൊടുക്കുകയാണ് ഉണ്ടായത്. ഈ ഒരു ചുമരിൽ കണ്ടില്ലേ വൃത്താകൃതിയിൽ കുറേ ചിത്രങ്ങളൊക്കെ വരച്ച് വെച്ചേക്കണം. ഫുള്ള് മാർബിളാണ് കേട്ടോ ഫുള്ള് ചെയ്തിട്ടുള്ളത്. നന്നായിട്ട് എന്താ പറയുക, ഫുള്ള് നല്ല അടിപൊളി കൊത്തുപണിയും കാര്യങ്ങളും. നിങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിലോട്ട് കയറി കഴിഞ്ഞാൽ ഇതുപോലെ കുറേ ഷോപ്പുകൾ കാണാൻ കഴിയും. പക്ഷേ നമ്മളെ കൊണ്ടൊന്നും കൂട്ടിയാൽ കൂടില്ല, കാരണം കംപ്ലീറ്റ് ബ്രാൻഡഡ് സാധനങ്ങളുടെ ഷോപ്പുകളാണ്. നല്ല വിലയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ സാധാരണക്കാർക്കൊന്നും നടക്കൂല. ഇവിടെ ഈ ഒരു ഫലകത്തിൽ ഈ ഹോട്ടലിനുള്ളിലുള്ള റിസപ്ഷൻ, അതുപോലെ തന്നെ മീഡിയ സെൻറ്റർ, ഇങ്ങനെയൊക്കെ ഓരോ സംഗതികൾ വേർതിരിച്ചിങ്ങാണ്ട് അങ്ങോട്ടുള്ള ആരോ മാർക്കുകളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓഡിറ്റോറിയം, ഈ ഓഡിറ്റോറിയത്തിലാണ് ഇപ്പോൾ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് മാജിദുൽ മുഹന്ദിസിൻ്റെ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുന്നത് ആ ഓഡിറ്റോറിയത്തിലാണ്. അത് അങ്ങോട്ടുള്ള വഴിയാണ് ആ കാണുന്നത്. ചുമരിലെ വർക്കുകൾ, അതുപോലെ തന്നെ മുകളിലുള്ള ജിപ്സം വർക്കുകളൊക്കെ, ലൈറ്റ് വർക്കുകളെല്ലാം തന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് കേട്ടോ. അതുപോലെ തന്നെ വരുന്ന ആളുകൾക്കൊക്കെ ജസ്റ്റ് ഒന്ന് വിശ്രമിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇതുപോലുള്ള കുഷ്യനും കാര്യങ്ങളൊക്കെ ഇവിടെ ഒരുപാട് വെച്ചിട്ടുണ്ട്. സത്യം പറയാലോ, ഈ ഒരു ലിഫ്റ്റ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് സ്വർണം കൊണ്ടാണ് ഉണ്ടാക്കിയതെന്നാണ് എനിക്ക് തോന്നിയത്. ഓരോ ഭാഗത്തോട്ട് നീങ്ങുമ്പോഴൊക്കെ അവിടെ തന്നെ ഒന്നുകിൽ ചില്ല് കൂട് അല്ലെങ്കിൽ കൗണ്ടർ, ഇങ്ങനെയുള്ള ഇതിൽ നല്ല വിലപിടിപ്പുള്ള പെർഫ്യൂം, ഓർണമെൻറ്റ്സ്, ഇങ്ങനെയൊക്കെ ആളുകളെ ആകർഷിക്കുന്ന രീതിയിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തോട്ട് നീങ്ങിക്കഴിഞ്ഞാൽ ഇവിടെയും ഇതുപോലെ തന്നെ കുറച്ച് കൗണ്ടറുകളുണ്ട്. ഈ ഒരു കൗണ്ടറിലൊക്കെ തന്നെ ഈത്തപ്പഴം, അതായത് ഫേമസ് ആയിട്ടുള്ള മദീനയിൽ നിന്നുള്ള അജുവ, ഖലാസി, ഇങ്ങനെയുള്ള കുറേ ഈത്തപ്പഴങ്ങൾ, അതായത് വിലപിടിപ്പുള്ള ഈത്തപ്പഴങ്ങളൊക്കെ ഇങ്ങനെ ബോക്സിലാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതുപോലെ ബോക്സിലാക്കി ഡിസ്പ്ലേ കണ്ടില്ലേ, നല്ല അടിപൊളി കളർഫുള്ളായിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഈത്തപ്പഴം മാത്രമല്ല ചോക്ലേറ്റും കാര്യങ്ങളും. പിന്നെ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള പഴയകാല പിക്കുകളാണ്. ഇപ്പോഴാണല്ലോ ഈ ഒരു നിലയിലേക്ക് എത്തിയത്. അതിന് മുൻപുള്ള
പഴയകാല അബുദാബി എല്ലാം തന്നെ ഇങ്ങനെ ഫ്രെയിം ചെയ്ത് കണ്ട് അതേപോലെ ഷെയ്ഖ് സായിദ് ഇങ്ങനെ ഓരോരുത്തരുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ ഡിസ്പ്ലേയിൽ വെച്ചിട്ടുണ്ട്. ഈ ഈത്തപ്പഴം നോക്കിയേ, എത്ര സുന്ദരമായിട്ടാണ് അവരിങ്ങനെ അടുക്കി വെച്ചിട്ടുള്ളത്. ആളുകളുടെ ആകർഷിക്കാൻ വേണ്ടി തന്നെയാണ്, പക്ഷെ എന്നാലും അത് കാണാൻ തന്നെ ഭയങ്കര രസമാണ്. അപ്പം ഇനി നമുക്ക് റെസ്റ്റോറൻറ്റിൻ്റെ ഭാഗത്തോട്ടൊന്ന് പോയി നോക്കാം. അവിടെ ചെല്ലുമ്പോൾ നല്ലൊരു അടിപൊളിയായിട്ട് ഒരു പിക്ചർ ഫ്രെയിം ചെയ്ത് കണ്ട് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഹോട്ടലിൻ്റെ ഭാഗമാണ് കേട്ടോ, അതായത് റെസ്റ്റോറൻറ്റിൻ്റെ ഭാഗമാണ് ഇതൊക്കെ. ആ ഭാഗത്തു കൂടെയൊക്കെ ആളുകൾ ഇരുന്നുകൊണ്ട് ഭക്ഷണം കഴിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തോന്നലുണ്ടാവുന്ന അണക്ക് പോയിങ്ങാണ്ട് അവിടെ പോയി ഇരുന്നുകൊണ്ട് കഴിച്ചുകൂടെ എന്നുള്ളത്. അവിടെ പോയിരുന്ന് കഴിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളീ കൊണ്ട് കൂട്ടിയാൽ കൂടൂല, അജാതി എക്സ്പെൻസാണ്. ഇതിൻ്റെ സ്റ്റെയറും അതുപോലെ തന്നെ ഇൻറ്റീരിയർ വർക്കുകളൊക്കെ കാണാൻ തന്നെ എന്തുമാതിരി ഭംഗിയാണ്. അതുപോലെ തന്നെ ഇത് മൊത്തത്തിൽ ചെയ്തിട്ടുള്ളത് എനിക്ക് തോന്നുന്നത് മാർബിളാണെന്നൊരു സംശയമുണ്ട്. ഞാൻ ഈ തൂണും കാര്യങ്ങളും എല്ലാ ഭാഗത്തുകൂടിയും പോയി കണ്ട് ടച്ച് ചെയ്ത് കണ്ട് നോക്കുമ്പോൾ എനിക്ക് അതാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ സ്റ്റെയറൊക്കെ കാണുമ്പോൾ വല്ലാത്തൊരു മൊഞ്ചാണ് ഇങ്ങനെ കാണുമ്പോൾ. ഒന്നാമത് അതിൻ്റെ വർക്കും കാര്യങ്ങളും കൊണ്ടൊക്കെയാണ്. പിന്നെ ഇതിൻ്റെ ഉള്ളിലുള്ള ആ ലൈറ്റ് അറേഞ്ച്മെൻറ്റും കാര്യങ്ങളും. നമ്മൾ ഈ വലത് ഭാഗത്തൊക്കെ അതുപോലെ തന്നെ റെസ്റ്റോറൻറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതായത് അറബിക് റെസ്റ്റോറൻറ്റുകളാണ്, അറബിക് ഫുഡ് കിട്ടുന്ന റെസ്റ്റോറൻറ്റുകളാണ് കാര്യമായിട്ട് ഇതിൻ്റെ ഉള്ളിലുള്ളത്. അങ്ങനെ അവസാനം നടന്നുകാണ്ടി നമുക്ക് മൂത്രയിച്ചാൽ മുട്ടിങ്ങാണ്ടി നമ്മൾ ബാത്റൂമിൽ പോയിരുന്നു. ബാത്റൂമിൽ പോണ വഴിയിലും തന്നെ ഇതുമാതിരി ഒരു ചില്ലുകൂട്ടിൽ ഒരുപാട് സാധനങ്ങൾ, ബ്രാൻഡഡ് സാധനങ്ങൾ. എന്താണെങ്കിലും സംഗതി കൊള്ളാം അല്ലേ. ഫുള്ള് പെർഫ്യൂമും കാര്യങ്ങളാണ് കാര്യമായിട്ടുള്ളത്. നല്ല വില കൂടിയ ഊതിൻ്റെ അങ്ങനെയൊക്കെയുള്ള പെർഫ്യൂമുകളും കാര്യങ്ങളൊക്കെയാണ്. എന്തായാലും സംഗതി പൊളിച്ച്. അങ്ങനെ ഏതായാലും വാതിലങ്ങോട്ട് തുറന്നു ബാത്റൂമിൻ്റെ. അത് തുറന്ന് നോക്കുമ്പോൾ അതിനേക്കായും വലുത്. ഇതിൻ്റെ ഉള്ളിൽ ഓരോ സെറ്റപ്പും കാര്യങ്ങളൊക്കെ നോക്കിയേ, എന്താ കാണാൻ തന്നെ രസം നോക്കാണി. അങ്ങനെ നമ്മൾ നടന്ന് ക്ഷീണിച്ചും കണ്ട് നിൽക്കുമ്പോൾ നമ്മൾ പുറത്തേക്കാണ് പോകാൻ വേണ്ടി തീരുമാനിച്ചു ഹോട്ടലിൻ്റെ ഉള്ളിൽ നിന്ന്. നമ്മൾ കയറി വന്ന എൻട്രൻസ് കൂടി തന്നെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി പോണതും. ഇപ്പോഴാണ് കയറി വരുന്ന സമയത്ത് അത് ശ്രദ്ധിച്ചില്ല. നല്ല 2 ഫോട്ടോസുകളൊക്കെ ഫ്രെയിം ചെയ്ത് കണ്ട് ഇവിടെയുള്ള ഭരണാധികാരികളത്. അങ്ങനെ ഇപ്പോൾ നമ്മൾ മെല്ലെ അങ്ങോട്ട് ഹോട്ടലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടാ നമ്മൾ മെല്ലെ പോകാൻ നോക്കുകയാണ്. പാർക്കിങ്ങിലാണ് ഇപ്പോൾ. വിസിറ്റിങ്ങിനൊക്കെ വന്ന ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് നൈസിൽ ഫാമിലിയൊക്കെ ആയിട്ടൊക്കെ വന്ന് കണ്ടൊന്ന് കറങ്ങി പോകട്ടാ. ജസ്റ്റ് ഗ്രീൻ പാസ് മാത്രം മതിയേ, ഫോട്ടോ എടുക്കും കാര്യങ്ങളൊക്കെ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഏതായാലും നമ്മളങ്ങോട്ട് വിട്ടെ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. എന്തായാലും അടുത്തൊരു വീഡിയോയുമായി വരും വരെ എല്ലാവരോടും